കൊണ്ടുപോയെന്ന് വെച്ചാൽ ഇലക്ട്രിക് പമ്പറിന്റെ ജോലിയായിട്ട് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷെ ആ ജോലിയല്ല അവിടെ കിട്ടിയത്. ഞങ്ങളെ ഒരു കൂലിപ്പട്ടാളത്തിലേക്കാണ് നയിച്ചത്. മനുഷ്യക്കടത്ത് കേസിൽ മൂവർ സംഘത്തെ കണ്ണനല്ലൂർ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ തയ്യൂർ പാടത്തിൽ ഹൌസിൽ സിബി ഔസേപ്പ്, തൃശൂർ പാലിശ്ശേരി ചക്കാലക്കൽ വീട്ടിൽ സുമേഷ് ആന്റണി, എറണാകുളം മേക്കാട് മാങ്ങാലി വീട്ടിൽ സന്ദീപ് തോമസ് എന്നിവരാണ് അറസ്റ്റിലായത്. പള്ളിമൺ മീയണ്ണൂർ ചൊപ്രമുക്കിൽ കണ്ണങ്ങര പുത്തൻ വീട്ടിൽ സിബിയുടെ പരാതിയിലാണ് അറസ്റ്റ്. കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് മനുഷ്യക്കടത്തിന് ഇരയായ സിബിയുടെ വാക്കുകൾ ഇങ്ങനെ. സിബി ഔസേപ്പിനെ ഞാൻ പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. സിബിയും ബയോഡേറ്റയും പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തു. അങ്ങനെ പൈസ ആവശ്യപ്പെട്ട് ഏകദേശം 1.80 നമ്മൾ കൊടുത്തു. ആദ്യം 80,000 നമ്മൾ കൊടുക്കാൻ നമ്മുടെ ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള കരാറിൽ അങ്ങനെ അവൻ പൈസ കൊടുത്ത് ആദ്യത്തെ 80,000, പിന്നെ 60,000 ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു. പിന്നെ 40,000 സ്റ്റീവ് ആന്റണി, മൂന്നാമത്തെ പ്രതി സ്റ്റീവ് ആന്റണി അക്കൗണ്ടിൽ ഗൂഗിൾ പേ വഴി ചെയ്തിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ 2 നമ്മളിവിടുന്ന് കയറി പോകുന്നു. കാര്യം വെച്ചാൽ ഭയങ്കര വാഗ്ദാനമായിരുന്നു. ഇവിടുന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടും, പിന്നെ ഫാമിലിയെ കൊണ്ടുവരാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ ജോലിയാണ്, അതാണെന്ന് പറയാൻ കൊണ്ടുപോയി. ഒരു 18 ദിവസം നിങ്ങൾക്ക് ഒരു സേഫ്റ്റിയുടെ ഒരു ട്രെയിനിങ് കാണാം. അത് കഴിയുമ്പോൾ നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2.25 ലക്ഷം സാലറി തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഞങ്ങളിവിടുന്ന് ഏപ്രിൽ 2 ഇവിടുന്ന് കയറി അവിടെ ചെന്ന് മോസ്കോയിലെത്തി. ബഹ്റൈൻ ടു മോസ്കോ ആയിരുന്നു ഫ്ലൈറ്റ്. ഞാനും മരിച്ച ഈ സന്ദീപുമായിട്ട് ഞങ്ങൾ പോയത്, തൃശ്ശൂർ നായരങ്ങാടി സ്വദേശി. അത് കഴിഞ്ഞിട്ട് 4 ബെനിലും ജെയിനും വരുന്നു. 6 സന്തോഷ് റെല്ലും വരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1.5 മാസത്തോളം ആർമി ക്യാമ്പിലായിരുന്നു. ആർമി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, നമ്മളെ 1.5 മാസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെ സ്പ്ലിറ്റ് ആക്കി. ആദ്യം സന്ദീപും ജെയിനും ബിനിലും പോയി, അവർ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാനും സന്തോഷ് റെല്ലിനും ട്രെയിനിങ്ങിന് പോയിട്ട് 18 ദിവസം കഴിയണ്. എന്നിട്ട് ഇവിടുത്തെ ചോദിക്കണം, എന്നിട്ട് ഇപ്പം മാറും, ട്രെയിനിങ് മാറും, പൈസ കിട്ടും, നിങ്ങൾ ജോലിക്ക് കയറി പോകുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകാറായി. അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചതിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ നമ്മൾ നാട്ടിലോട്ട് അറിഞ്ഞു വെച്ചാൽ സന്ദീപിൻ്റെ മരണത്തോടെയാണ് നാട്ടിലോട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്, മാധ്യമങ്ങൾക്കായാലും എല്ലാവർക്കായാലും. പക്ഷെ ഞങ്ങൾക്ക് അതിന് മുമ്പിട്ടേ ഞങ്ങൾ നാട്ടിലോട്ട് അറിയിച്ചു. പക്ഷേ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടാറില്ല. ഡ്രോൺ അറ്റാക്കിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടാറില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സന്ദീപ് മരിച്ച സംഭവം നാട്ടിലെല്ലാം അറിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ കാര്യം അറിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ പോയത് ബഹുമത്ത് ഓൾഡ് കാസ്റ്റിൽ എന്ന് പറഞ്ഞ യുക്രൈൻ ബോർഡറിലാണ് ഞങ്ങൾ പോയത്, ഏറ്റവും ഫ്രണ്ട് ലൈനിൽ. അവിടെ ഒരാഴ്ചത്തോളം നമ്മൾ മരിച്ചവരുടെ ബോഡി എടുക്കാനും പിന്നെ കൈയും കാലും ഏറ്റവരുടെ ബോഡി അങ്ങനെയുള്ളവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ജോലിയായിരുന്നു ഒരാഴ്ച. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ എംബസി നമ്മളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ 3 പേരും റിലീസായി. അപ്പോൾ ഞങ്ങൾ ബിനിലും ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് അവർ പതിയെ വന്നോളും, നിങ്ങളിപ്പം അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ചു വന്നു എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 14 ഞങ്ങൾ 3 പേരും തിരിച്ചെത്തുന്നു. ഡിസംബർ 4 ബിനിലും മരിക്കുന്നത്. അവിടെ വെച്ചിട്ട് ഒരു യുദ്ധസ്ഥലത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ബിനിലെ ഡ്രോൺ അറ്റാക്ക് ചെയ്തിട്ട് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അവിടെ കിടക്കുന്നത്. ജെയിൻ സമയത്ത് പിറ്റേ ദിവസം അവൻ പോകുന്ന സമയത്താണ് ബിനിലിൻ്റെ ബോഡി കണ്ടിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്ത ബിനിലേട്ടൻ മരിച്ചുപോയി, ഇങ്ങനെയാണ് അവസ്ഥ. അവന് ആ സമയത്താണ് ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ട് വയറിൻ്റെ ഈ സൈഡിൽ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണ്, മോസ്കോയിലാണ്. കൊണ്ടുപോയെന്ന് വെച്ചാൽ ഇലക്ട്രിക് പമ്പറിൻ്റെ ജോലിയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയത്. പക്ഷേ ആ ജോലിയല്ല അവിടെ കിട്ടിയത്. ഞങ്ങളെ ഒരു കൂലിപ്പട്ടാളത്തിലേക്കാണ് നയിച്ചത്. അവിടുത്തെ സാലറി 2.25 തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ 2.25 കിട്ടിയിട്ടില്ല. ഒരു 10, 7, 35, ആ ഒരു 42 അങ്ങനെയൊക്കെയുള്ള പലർക്കും പല റേഞ്ചിലുള്ള സാലറികളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വെച്ചാൽ ഫുഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിക്കാത്ത സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ ചിക്കൻ ആണെങ്കിൽ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴുകാത്ത പോലും മീനൊക്കെയാണ് ഫ്രണ്ടിൽ കൊണ്ടുവെക്കുക. നമുക്ക് അത്രയ്ക്കും മോശപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ കിട്ടിയത്. നമ്മൾ ഇത്രയും പേര് വിശ്വസിച്ചില്ല. കാരണം നമ്മളെ ഒരു കുടുംബം, ഞങ്ങളെല്ലാവരുടെ കുടുംബം ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാവരും രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു നിശ്ചയം കൊണ്ട് നമ്മൾ കയറിപ്പോയി. വീട് പണയം വെച്ചും പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന സ്വർണം മേടിച്ചിട്ടാണ് നമ്മൾ പൈസ അവർക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീട് ജപ്തിയായിട്ടിരിക്കുക, ഇതുവരെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. റഷ്യയിൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ജോലി വാഗ്ദാനം ചെയ്തു സിബിയുടെ കയ്യിൽ നിന്നും 1,80,000 രൂപ തവണകളായി വാങ്ങി
ബഹ്റൈൻ വഴി മോസ്കോയിലെ റഷ്യൻ മിലിറ്ററി സൈനിക ക്യാമ്പിൽ എത്തിച്ചു. എന്നാൽ വാഗ്ദാനം ചെയ്ത ജോലിക്ക് പകരം പ്രതികൾ റഷ്യൻ പാസ്പോർട്ട് എടുക്കുവാൻ പ്രേരിപ്പിച്ചു. കൂലി പട്ടാളത്തിൽ ചേർത്ത് 3 മാസക്കാലം റഷ്യൻ സൈനികരുടെ സൈനിക ക്യാമ്പിൽ കഠിന പരിശീലനം നൽകി. ആദ്യഘട്ടം പരിശീലനത്തിന്റെ ഭാഗമായി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ പറക്കാനും തുടർന്ന് ബോംബുകളും തോക്കുകളും കൈകാര്യം ചെയ്യാനും പരിശീലനം നൽകി. ശേഷം റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന ഓൾഡ് കാസ്ക്ബഹമത്ത് എന്ന മരുഭൂമിക്ക് സമീപം റഷ്യൻ രാജ്യാതിർത്തിയിൽ യുദ്ധമുഖത്തെത്തിച്ചു. സിബിയോടൊപ്പം പോയ 2 തൃശൂർ നായരങ്ങാടി സ്വദേശികൾ യുക്രൈന്റെ അത്യാധുനിക ഡ്രോൺ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപകടം മനസ്സിലാക്കിയ സിബി ആദ്യം വീട്ടുകാരെ അറിയിച്ചു. തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ ഫോൺ മുഖാന്തരം വിവരമറിയിച്ചു. എംബസി അധികൃതർ 3 പേരെ നാട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിലെത്തിയ ശേഷം കണ്ണനല്ലൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരവെ പ്രതികൾ കൊല്ലപ്പെട്ട തൃശൂർ സ്വദേശികളുടെ ബന്ധുക്കളുടെ പരാതിയിന്മേൽ പ്രതികൾ എയർപോർട്ടിൽ അറസ്റ്റിലായി. കണ്ണനല്ലൂർ പോലീസ് അന്വേഷണ സംഘം തൃശൂരിലെത്തി ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് വാങ്ങി കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തെളിവെടുപ്പ് നിയമ നടപടികൾക്ക് ശേഷം തിരിച്ച് പ്രതികളായ മൂവർ സംഘത്തെ തൃശൂരിൽ എത്തിക്കുമെന്ന് പോലീസ് പറഞ്ഞു. റഷ്യയിൽ ജോലിക്ക് പോകാൻ വിസയ്ക്ക് സിബി സ്വന്തം വീടും വസ്തുവും പരവൂർ SNVRC ബാങ്കിൽ പണയപ്പെടുത്തിയാണ് ജോലിക്കായി പോയത്. ഇപ്പോൾ സിബിയുടെ വീടും വസ്തുവും ജപ്തിയുടെ വക്കിലാണ്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.